അസ്സലാമലൈക്കും മക്കളെ. ഞാനിതാ അരക്കിലോന് മട്ടൻ കറി വെക്കുന്നേ. അരക്കിലോ ഇത് കുറച്ച് മതി കൂടെ. ഞങ്ങനെല്ലാം ഉണ്ടോ, ഞാനും മോളും ഉപ്പാവും. ഇത് ലിബർ മോളെ. അതിൻ്റെ ലിബറിനെ വേറെ തന്നെ ഞങ്ങൾ മക്കളെ ഈലിട്ടിട്ട് വെച്ച എന്തിരി പിന്നെ സിർക്കാലിട്ടിട്ട് വെച്ച എന്തെങ്കിലും അതിൻ്റെ ചോര ഉണ്ടെങ്കിൽ എല്ലാം പോന്നു. ഉള്ളിൽ ലിബറിൻ്റെ ഉള്ളിലല്ലേ ചോര നിൽക്കുന്നേ. അപ്പം ആ ചോരൻ്റെ ഈലളിയിട്ട് പോണ്ട. ആ ചോരയും അതിൻ്റെ കറുപ്പ് എല്ലാം പോയി. അപ്പോൾ അത് ഞമ്മക്ക് ഇതെങ്ങനെ ആക്കിയിട്ട് ഞമ്മ വെച്ചെങ്കിൽ ഇതാ ചോര നല്ല ചോര എളിയിട്ട് ഉള്ളിൽ നിന്ന് പോയിരുന്നു. ഉള്ളിൽ നിന്ന് ഞമ്മ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വരുന്നതാ ഉണ്ടാ. ഇതാ ഇതാ സിർക്കാൽ ഇട്ടിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും സിർക്ക ഇട്ടിട്ട് വെച്ചതാ. ഇതർത്ഥത് പിന്നെ ഇത് ഇത്താക്ക് എൻ്റെ മോക്ക് പിന്നെ എൻ്റെ മോളെ ഭർത്താവിന് അറബിൻ്റെ ആടെ അർത്ഥത് ആക്കുന്ന ആള് കൊടുക്കുന്നത് കൊടുത്തിട്ട് കൊണ്ടുവന്നത് ഫുള്ള് അർത്ഥത്. മറ്റേ ചെറിയ ഇത് വേങ്ങല്ല, റെഡിമെയ്ഡ് ഇട്ട ഇത് മേങ്ങുന്നില്ല. അത് നമുക്ക് നല്ലതല്ല. നാട്ടിൽ നിന്ന് ഐസ് കട്ട കെട്ടിയിട്ട് കൊണ്ടുവരുന്നത് പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനത്തെ ഇതിങ്ങനെ ആക്കിയിട്ട് അത് കൊണ്ടെങ്കിലും അങ്ങനെ സിർക്കായിട്ട് വെച്ചോ. എന്തുണ്ടെങ്കിലും പോകുമായിരുന്നു, എന്തുണ്ടെങ്കിലും ഇത് പോകും മക്കളെ. അത് നിങ്ങൾ ഇട്ടിട്ട് വെച്ചിട്ട് കൊടുത്തോ. എല്ലാവരും ഇതാ കണ്ട, ഇതാ ചോര ഇതാ മനസ്സിലായ. ഇങ്ങനെ വരുമ്പോൾ ഞമ്മക്കാവുമ്പോൾ നല്ല ചോര തന്നെ വരുന്നിരുന്നത്. ഇങ്ങനെ ആക്കിയിട്ട് പീഞ്ഞിട്ട് എടുക്കണം. നല്ല ചെയ്തതാ. ലിബർ എങ്ങനെ നിങ്ങൾ കറി വെക്കുന്നെങ്കിൽ മക്കളെ നിങ്ങൾ ഇതെങ്ങനെ വെച്ചോ. ഇതെങ്ങനെ വെക്കണം. എൻ്റെ മരിയോള് കാണാൻ, എൻ്റെ മരിയോള് ഇല്ലാതെ വിഷമം എനിക്ക് പറയണ്ട. എൻ്റെ മരിയോള് പോയതിൻ്റെ ദിവസം ഞാൻ നല്ലോണം ബേജാറിലായിപ്പോയി. ഓളുണ്ടെങ്കിലും എൻ്റെ ഒക്കെ എല്ലാം ഇതല്ല ഇങ്ങനെയെല്ലാം എടുക്കാനും ഭയങ്കര ഉത്സാഹം. എൻ്റെ മരിയോൾ തന്നെ ഇങ്ങനെ ഇൻട്രസ്റ്റ് കൂട്ടിക്കുന്നത്. ഞാനല്ല മക്കളെ, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഇതില്ല. ഇതാ ഉണ്ടാ നമുക്ക് ചോര വരുന്നാട്ടാ. ചോര പോകണം, നമുക്ക് ചോര പോകണം. ഇത് ഇത്ര അണ്ടിപ്പരിപ്പ് ഒരു 10-12 ഉണ്ട് അണ്ടിപ്പരിപ്പ്. ഇത് ഞാൻ മട്ടൻ കറി വെക്കുന്നത് നിങ്ങൾക്ക് കാട്ടിക്കുന്നു. ആ ചീടേണ്ട ആണ് ജീവൻ അതിക്കെല്ലാം വെക്കാനുള്ള ഒരു സൗകര്യം ഞാൻ ചെയ്ത് കൊടുക്കുന്ന മക്കളെ. നിങ്ങളെ വെച്ചോ. ഇതാ ഒരു 4 വെളുത്തുള്ളി പിന്നെ നെയ്യിൻ്റെ മൂട്ടിൽ 1 സ്പൂണ് വെളുത്ത കള്ള് നല്ല ടേസ്റ്റ് ഉണ്ട് കറി. 1 സ്പൂണ് കുരുമുളക്, 1 സ്പൂണ് പിന്നെ 2 കഷ്ണം പട്ട പിന്നെ ഇതാ 3 കറാമ്പ്, 4 ഒരു 4 ഏലക്ക, 1/2 സ്പൂണ് നല്ല ജീരകം. ഇതെല്ലാം നല്ലത്. ഇതെല്ലാം മട്ടൻ കറിക്ക് കിട്ടണം. നിങ്ങൾ ആര് വെക്കുന്നെങ്കിലും കിട്ടും. പിന്നെ മക്കളെ നിങ്ങൾ എല്ലാവരും വയസ്സിന് ആഫിയത്തിന് ആരോഗ്യത്തിട്ട് നിർത്തി. ഇതാ ഇത് വലിയ ജീരകം. ഇത് മക്കളെ സാർ ജീരകം ഇല്ലാതെ ഞാൻ വെക്കല്ല. ഇതാ സാർ ജീരകം, കുറച്ച് സാർ ജീരകം മതി. ഒരു തക്കാളി, ഇത് 1 കണ്ട ഉള്ളി, ഒരു കഷ്ണം ഫുള്ളിടുന്നു. കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. 1 കിലോ ഇറച്ചിയും 1 കിലോ കറി 3/4 കിലോ കഴിയില്ല ഇട്ട് വെച്ചിട്ട് ഇത് വേറെ എണ്ണയിൽ വെക്കാലോ. നിങ്ങൾക്ക് മറന്നോയി 1 കഷ്ണം ഇഞ്ചി ഇടണം. ഇഞ്ചി അരക്കുന്നതിലേക്ക് ഇത് ഇട്ടണം. എന്താ ഇത് അരക്കുന്നതിലേക്ക് 1 കൈപ്പൊടി കുറച്ചു പൊതിന. ഇത് എത്ര ഇറച്ചിക്ക് ഇത് വെക്കണം. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതാ ഇത് മല്ലിയല ഉണ്ടാ. 1 സ്പൂണ് കറച്ചപ്പലിന്റെ പൊടി ഇട്ടു. അത് ഞാൻ നാട്ടിൽ നിന്ന് വെയിൽ കൊള്ളിക്കാതെ എൻ്റെ മുകളിൽ ഡസ്റ്റീൻ്റെ പേരിൻ്റെ അട്ടത്ത് വെച്ചിട്ട് പൊടിപ്പിച്ച കറച്ചപ്പല, നാട്ടിലെ ഒറിജിനൽ കറച്ചപ്പല മക്കളെ. ഇടുന്നുണ്ട് കെമിക്കൽ ചേർക്കുന്നില്ല. ഇങ്ങനെ പൊടിച്ചിട്ട് കൊണ്ടെങ്കിൽ എല്ലാത്തിനും നല്ലത്. നിങ്ങൾ പൊടിച്ചിട്ട് വെച്ചെങ്കിലും നല്ലത്. ഉള്ളിൽ വെച്ചിട്ട് ഉണക്കിയത്. 2 പച്ചമുളക്. പിന്നെ ഞമ്മക്ക് കാര്യം കുറവ്. പിന്നെ ഞാൻ വറുത്തിട്ട് ഞാൻ എന്നെ ഈട പൊളിച്ച പിന്നെ കൊത്തമ്പാരി പൊടി ഇല്ല, ഞാൻ കിട്ടി കൊത്തമ്പാരി ഇടല്ലേ. ഇപ്പം അത് ഞാൻ ചൂടാക്കിയിട്ടാ. ഇപ്പം തിരക്കായതുള്ള 1 സ്പൂണ് കൊത്തമ്പാരി പൊടി ഇടണം. കൊത്തമ്പാരി പൊടി ഇടാതെ ഇതാക്കണ്ട. പിന്നെ മഞ്ഞപ്പൊടി ഇതെല്ലാം ഒന്നാകട്ടിട്ട് അരച്ചെങ്കിലും സാരമില്ല. ഞങ്ങൾ പിന്നെ എല്ലാം നേരെ അല്ല ഇത് കാണാൻ വേണ്ടിട്ട് ഞാനിങ്ങനെ ഇടല് ഒന്നാകട്ടിട്ട് ഇത് ചോർക്കെല്ലാം അറിയണല്ലോ മനസ്സിലാകാൻ വേണ്ടിട്ട്. മഞ്ഞപ്പൊടി അതായി അതരക്ക. ഇതായത് നല്ല എണ്ണ ഞമ്മക്ക് തന്ന എണ്ണ അവർക്കുള്ള കച്ചവടത്തിന് നല്ലോണം ബർക്കത്തും ഇതും ശരിയിട്ട് അവർ കൊടുത്തയച്ചത് ഉമ്മാനെ കൊണ്ട് വെപ്പിക്കില്ല. അപ്പം അതുകൊണ്ട്
അവർക്ക് അള്ളാഹുവിൻ്റെ നല്ല ഇല അള്ളാഹ് കിട്ടട്ടെ. ഞങ്ങൾക്ക് പിന്നെ കണ്ണ കുറവായ കാരണം ഞങ്ങൾ കൂട്ടല്ല, വളരെ ഞാൻ ബട്ടർ നെയ്യില അധികം ഉപയോഗിക്കല്. വേണ്ട ഉള്ളിയല്ല, ഇപ്പം ഞാൻ അതിലിട്ടിട്ട് ഇത് കുറച്ച് ഇത് കായാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ചുകൂടി എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. പിന്നെ നമ്മളെ ഉള്ളിയും കാഞ്ഞ ഉള്ളിയല്ലോ ഇതാ ഇത് ഒരു സ്പൂണ്. എന്തെങ്കിലും മട്ടന് നമുക്ക് നല്ലത് എന്തെങ്കിലും നല്ലോണം ഇത് ഇട്ടാൽ നല്ലത് വെളുത്തുള്ളി ഇട്ടെങ്കിൽ എന്തെങ്കിലും മട്ടന് നമുക്ക് ഇതല്ല, അതുകൊണ്ട് മട്ടൻ്റെ നെയ്യ് എന്തുണ്ടെങ്കിലും ആ വെളുത്തുള്ളിയിൽ പോകും. വെളുത്തുള്ളി മഞ്ഞപ്പൊടി ഇട്ടോളണം ആര് വെക്കുന്നുണ്ട്. ഇത് ഇത് ഈ വെളുത്തുള്ളി ഇഞ്ചി മട്ടനൊന്നും ആകല്ലേ. പിന്നെ ഞങ്ങൾ മട്ടൻ്റെ മറ്റേ ഫ്രൈ അല്ല കറിയല്ലേ കുറച്ച് പൊടി ഞങ്ങൾ പിന്നെ ആളില്ലാതെ മക്കളെ പിന്നെ നോക്കി കുറച്ച് തന്നെ വെക്കുന്നു. എത്രയാന്ന് കഴിയുന്നത്ര ചോര വന്ന് നോക്കിയോ മക്കളെ എല്ലാം നോക്കി നല്ല ശുദ്ധിയായിപ്പോ. ഇതാ ഇത് ലിബർ ഇട്ട് ലിബറിന് കറി വെക്കുന്നെങ്കിൽ ഇങ്ങനെ വെക്കണം മക്കളെ. ഇവിടെ വെക്കുന്നുണ്ടാവുമല്ലോ ആണ് ജീവനാദി. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വെച്ചോളും. ക്ലീൻ ആക്കേണ്ടത് ഇങ്ങനെയാണ് ലിബറിന്. നിങ്ങൾ വേറെ തന്നെ ലിബറിന് സിർക്കാവും ഉപ്പ് ഇട്ടിട്ട് വെച്ചോ. വെച്ചിട്ടേക്ക് അതിനെ നല്ല വേവിക്കണം. അപ്പൊ കുറച്ച് ബന്ധങ്ങളല്ലേ. ഇത് മസാല ഇടുന്നത് ഇതിലേക്ക് മസാല ഇടുന്നത് ഞാൻ വേവിച്ചിട്ട് ഇടലുണ്ട്. ഇത് വെന്തിട്ട് മസാല ഉള്ളിൽ കഴിച്ചിട്ടുണ്ടല്ലോ. ഇത് വൈകില്ല ഇപ്പൊ ഇല്ല. ഞാൻ മട്ടന് വേവിച്ചിട്ട് ഈ മസാല ഇട്ടിട്ട് തണുക്കുമ്പോൾ മട്ടൻ ചെരിയണം. നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവില്ല എന്ത് ഈ വൈദ്യുതി പറയുന്നത് എന്തെന്ന് വെച്ചെങ്കിൽ ഇല്ലേ ഞങ്ങ ഇല്ലെങ്കിൽ ഞങ്ങൾ മഗ്‌രിബിന് മുന്നേ ലായക്കുള്ള മക്കളെ ഓതാനും ഇതാക്കാനും എല്ലാം ഉണ്ടല്ലേ. ഞങ്ങൾ പുറത്ത് ഞാൻ പോയിട്ടുണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ വൈദ്യുതി ഇല്ല ഞങ്ങൾ മഗ്‌രിബിന് മുന്നേ ലായക്കുള്ള ഇതെല്ലാം ആക്കിയിട്ട് ഞങ്ങൾ കുച്ചില് വെത്ത് കുറവ് വേം പണിയാക്കുന്ന ആൾക്കാരാണ്. എന്റെ മോളോട് പറയുന്നത് എല്ലാത്തിനും ഇട്ടോർക്ക് മക്കളെ യൂട്യൂബ് ഇത് ഇൻസ്റ്റാഗ്രാം ഇല്ലാത്താണ് യൂട്യൂബിൽ നോക്കിക്കോട്ട് മോളോട് ഞാൻ പറയുന്നു ഇട്ടോർക്ക്. മക്കളെ മൂടണ്ട നാളെ വരട്ട്. അപ്പോൾ നമുക്ക് മസാല ഇതിൻ്റെ ഉപ്പ് കയറിയല്ല കുറച്ച് പിന്നെ മിക്സി കലക്കിയിട്ടുള്ള വെള്ളം അല്ലേ ഒരു കുറച്ച് അത് കുറച്ച് കൂട്ടിയത് കുറച്ച് അത് മിക്സിയിലിട്ട് അത് എല്ലാവർക്കും അറിയുമല്ലോ. പിന്നെ ഇത് നല്ല മരുന്ന് കറി പോലത്തെ വെള്ളം ഇറങ്ങോ മട്ടൻ വെള്ളം ഉണ്ടാവും ഇറങ്ങുമല്ലേ. ഇല്ല ഫ്രിഡ്ജിൽ വെച്ചാലേ ഇതില്ലേ നിങ്ങൾ ഈ ഞാൻ നേരത്തെ ഒരു മരുന്ന് കറിയുടെ കഥ അറിഞ്ഞിട്ടേ അത് ഭയങ്കര ടേസ്റ്റ് ആണ് ആ കറി. അതും വെക്കുന്നില്ല. അത് നിങ്ങൾ മരുന്ന് കറിയിട്ട് മരുന്ന് പാലെന്ന് വിചാരിക്കേണ്ടേ ഇല്ല. ഭയങ്കര ടേസ്റ്റ് ആ ഇതിൽ വേറെ എന്തല്ല അഹമ്മദ് അങ്ങനത്തെ പിന്നെ എല്ലാം പക്ഷെ ആ കറിക്ക് എന്തോ ഒരു ടേസ്റ്റ് തന്നെ. നമുക്ക് കേസ് കുടിക്കില്ല മക്കളെ. നെഞ്ഞരിച്ചിന് വരില്ല എന്തും വരില്ല. നല്ല ഇത് ഇപ്പൊ തന്നെ എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട്. വെറുതെ തന്നെ ഇറച്ചിന്റെ മസാല ഇട്ടാ മസാലക്കന്റെ ടേസ്റ്റ് വന്നേ. നമുക്ക് നോക്കിയിട്ട് ഇതാക്കാം. ഇതില്ലേ ഞമ്മ മൂടിയിട്ട് എത്ര വിസിൽ വരണമ്മ? 6-7 വിസിൽ പറഞ്ഞ ഇറച്ചിന്റെ വേവ് പോലെ. പാകിസ്ഥാൻ മട്ടണെങ്കിൽ തന്നെ വേണം. ഇത് നാടനല്ലേ. ഇന്ത്യ മട്ടന് പൊതുവെ 5 മതി. പക്ഷെ ഞമ്മ ഒരു 6-7 വെത്തുന്നത് എന്താ വെച്ചാങ്കില് കുറച്ചും കൂടി സോഫ്റ്റ് ആക്കാൻ വേണ്ടിട്ട് ഉപ്പാക്കല കുറച്ച് നല്ല സോഫ്റ്റ്. പിന്നെ നമുക്ക് മട്ടൻ ഇങ്ങനെ സോഫ്റ്റ് തന്നെ ഇപ്പൊ പാങ്ങി അത് കുറച്ച് ഇതിപ്പോ കുറച്ച് തറക്കട്ടെ തിളച്ചിട്ട് നമുക്ക് മസാലക്ക് ഉപ്പുണ്ടാന്ന് നോക്കിയിട്ടായിട്ട് മൂടാനിട്ട് മനസ്സിലായ. നിങ്ങളുടെ ഉപ്പാക്ക് ഉപ്പ് കുറവല്ലേ. പിന്നെ നമ്മൾ എന്താക്കി ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങളെ പാകത്തിനുള്ള ഉപ്പിട്ടോ. ഇന്ന് വെള്ളിയാഴ്ച രാത്രി ഞങ്ങൾക്ക് നല്ലത് ചെയ്യാനുണ്ട് ദിവസം. അപ്പോൾ പിന്നെ വെക്കാൻ പറ്റുമായി മക്കളെ. എന്നിട്ട് എൻ്റെ മോള് കൊണ്ടു തന്നു. അപ്പൊ ഇനി നമുക്ക് മട്ടന്റെ കറി അല്ല ഇന്ന് മട്ടന്റെ കറിന്റെ ഒക്കെ ഇതാവും ഇന്നെന്തും പിന്നെ മട്ടൻ കറിക്ക് പത്തലുണ്ട്. നമ്മളെ പത്തലിന്റെ വീഡിയോ ഇട്ടിനല്ലോ അല്ലേ. പിന്നെ ഇല്ലേ ഈ ഓട് എങ്ങനെയുണ്ടോ ഇത്
ഓട്, അടിപൊളി ഓട്. അപ്പൊ ഈ ഓട് വേണ്ട ആളില്ലേ എന്നോട് ലിങ്കിന് കമന്റിൽ ലിങ്ക് എഴുതിക്കോ, ഞാൻ അയച്ചു. ഓടും ചട്ടിയും എല്ലാം നല്ലതന്നെ. ഒരേ ചട്ടിയില്ലേ നിന്റെ? അതുകൊണ്ടിപ്പാ അതന്നെ. അപ്പൊ ട്രെൻഡി എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോ, ഞാൻ ലിങ്ക് ഇട്ടരാം. നല്ല സുഖമുണ്ട്. ഓട് നല്ല ഇതുണ്ട്, പിന്നെ വലിയ ഓടുണ്ട്. അതും നല്ല മസാല ദോശ, വെള്ളയപ്പല്ല മസാല ദോശക്ക് നല്ല ഉണ്ട്. ഇപ്പൊ നമ്മളെ മട്ടന്റെ കറിയുടെ ബന്ധിട്ടിപ്പ് ഓഫ് ആക്കിയിട്ടുണ്ടല്ലേ, ഇനിയുടെ ബാക്കി പണിയില്ലേ? കറിയായി അരിശത്തിന്റെ മണം വരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് കൂട്ടാ എന്താ വെച്ചെങ്കിലേ, ഇങ്ങനെ കൂട്ടാ. വേറെന്ത് വേണ്ട, ഇങ്ങനെ കൂട്ടുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ബായിന്ന് ബളം മുട്ടാൻ കഴിയുന്നില്ലാവോ? മക്കളെ ഞാൻ പൗറ് പറയുന്നല്ല, ഇത് ഞാൻ എനിക്ക് ഇതാന്നിട്ട് പറയുന്നല്ല, എനിക്ക് ഇതാണൊറ്റൊന്നല്ല. ഇതെന്തുമ്പോ ഇപ്പൊ നിങ്ങൾ ഇട്ടത് പറഞ്ഞത്? അതെന്നെ തേങ്ങ വറുത്തരച്ചത് നിങ്ങൾ കാണിച്ചത്. ഇത് അന്നേരത്തല്ല ഇത്, ഇത് ഞങ്ങൾ ആയിക്കോണ്ടുണ്ട്. ഞാൻ തീരുന്ന ആൾക്കാർ എനിക്ക് ഈ വേണമെങ്കിൽ എന്റെ മോള് നിങ്ങൾക്ക് ഓർഡർ ലിങ്ക് അയച്ചു ചോദിച്ചാ മതി. എങ്ങനെയുണ്ട് അതെനിക്കറിയില്ല. എന്റെ മോള് പറഞ്ഞു തരും. എന്റെ മൂത്ത മോള് നീങ്ങിന് ഓക്ക് നല്ല ഓഫറിൽ കിട്ടി. എനിക്ക് നല്ല ഓക്ക് 50 മൂന്നെണ്ണം കിട്ടി. നല്ല സാധനം. നിങ്ങൾ പൈസ ചില ആൾക്കാർ പറയും ഡേ ടു ഡേ ഉണ്ടല്ലോ, പക്ഷെ ഡേ ടു ഡേ ഇത് കയ്യിൽ പിടിച്ച് നോക്കണം. സാധനം നല്ലതാണ്. ഞാൻ വേങ്ങാൻ പറഞ്ഞില്ല, നിങ്ങളെ ഇഷ്ടമല്ല. അതിന്റെ രാത്രി ഇതിപ്പോ ഞാൻ ഒരു പത്തൽ എടുത്തതാ, ഒരു പത്തൽ. എന്തില്ലെങ്കിൽ ഈ കറിന്റെ മണം കൊണ്ട് കഴിഞ്ഞില്ല. എൻ്റെ മോള് പറഞ്ഞ ഞങ്ങൾക്ക് എന്തോ ഒരു ടേസ്റ്റ്. നിങ്ങൾ വെച്ചിട്ട് നോക്ക് മക്കളെ, നിങ്ങൾ വെച്ചിട്ട് നോക്ക്. ഞാൻ എന്താക്കുന്ന, നിങ്ങൾ ആരെങ്കിലും അടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ വെച്ചിട്ട് തെരിയും ചെയ്യും നിങ്ങൾക്ക് കറി. എന്ത് മോശമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തന്നാലെ ഇറങ്ങി പോകുമ്പോളെ ഇത്രയും ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതൊന്നും ആക്കിയിട്ട് നോക്കിയിട്ട് എന്നോട് കുറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറ്റം പറഞ്ഞു. ഒരു ഡിഫറെന്റ് ആയിട്ടുണ്ട് ടേസ്റ്റ് എല്ലാം. അല്ലാണ്ട് നമ്മളെ സാധാരണ മട്ടൻ കറിന്റെ ടേസ്റ്റ് അതുമല്ലപ്പാ. ഇത് എന്തോ ഒരു പച്ചക്കറി വേറൊരു, ഇത് കാണുമ്പോ ഒരു പച്ചക്കറി, ഒരു പച്ച കളർ കറി പോലെ കട്ടി പച്ച കളർ. പക്ഷെ നമ്മളെ മോളും ഇതൊന്നും ഇട്ട ആ ടേസ്റ്റ് അല്ല. ഇത് വേറെ നിങ്ങൾക്ക് കാരം വേണമെങ്കിൽ പച്ചമുളക് ഇട്ടോ നിങ്ങൾ അനുസരിച്ചിട്ടേ. ഞാൻ കാരം കുറച്ചില്ല മക്കളെ. അല്ല വെള്ളിയാഴ്ച ഞാൻ ദ്വാരക്കുന്ന മക്കളെ. നിങ്ങളെ നയിക്കുന്ന ജീവനാദിക്ക് ആയുസിന് ആഫിയത്തിന് ആരോഗ്യത്തിന് അള്ളാഹ് ഇട്ട് കൊടുക്കട്ട്. എല്ലാ ഉമ്മാരെ മക്കളെ അള്ളാഹു കാത്തു കുറേ ചെയ്യട്ട് മക്കളെ. ഇങ്ങനെ ആക്കിയിട്ട് നോക്ക്. നിങ്ങൾ ആണ് ജീവനാദി കറി വെക്കുന്നെങ്കിൽ ഇതേപോലെ വെച്ചോ. എന്തുമില്ല വെളുത്തുള്ളി നമുക്ക് ഇടുന്ന് കിട്ടുന്നേ അണ്ടിപ്പരപ്പുണ്ട്. ഇത്ര തന്നെ വേണ്ട. ഇത് കാണുന്ന പെണ്ണുങ്ങളെ ആയിരിക്കുന്നുണ്ടാവും. നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രം ഇതുമായിരിക്കുന്ന ആണ് മക്കളെ ഇവിടെ വന്നിട്ട് നയിച്ചിട്ട് ഓർക്ക് അയച്ചു കൊടുക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇതുമായിരിക്കുന്ന പെണ്ണുങ്ങളെല്ലാം ഉമ്മാൻ്റെ മക്കളെയും കാത്തൊന്നും ഇല്ലേ. ആണ് ചെയ്യുന്നത് ഇത് പുറത്ത് വന്നിട്ട് നയിക്കുന്നുണ്ടല്ലോ. അതിന് നമുക്ക് കാണുമ്പോൾ ബേജാറാന്നില്ലേ. മൈനെല്ലാം നോക്കണല്ലോ. അസ്സലാമു അലൈക്കും മക്കൾ.